ഷാജിറോസ് ചാനലിൻ്റെ ഒരു സ്ലീവ് കട്ടിങ് വീഡിയോ, സാരി ബ്ലൗസിൻ്റെ ഒരു സ്ലീവ് കട്ടിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അത് ചുമ്മാ സ്ലീവ് കട്ടിങ്, എല്ലാ തുടക്കക്കാർക്കും സംശയമുള്ള സ്ലീവ് വെട്ടാൻ സംശയമുള്ള മുഴുവൻ പേർക്കും വേണ്ടിയുള്ളൊരു വീഡിയോയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് കാണണം, കണ്ടാൽ പോരാ, തയ്ക്കുകയും ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ പേപ്പറിലായിരുന്നു നിങ്ങളെ സ്ലീവ് വെട്ടി കാണിക്കുന്നത്. അപ്പം ശ്രദ്ധയോടുകൂടി നോക്കണം, ചെയ്ത് നോക്കണം, കമൻറ്റ് പറയണം, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ശരിയായാൽ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. വീഡിയോയിലോട്ട് പോകാം. പേപ്പറിലാണ് ഞാനിന്ന് നിങ്ങളെ സ്ലീവ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ പേപ്പർ ഒരു 34, ഞാനെപ്പോഴും 40, 39 അല്ലേ പറയുന്നത്, ഒരു 34 ചെസ്റ്റ് അളവുള്ള ഒരാൾക്ക് സ്ലീവ് വെട്ടുക സങ്കല്പിക്കുക. 34 ചെസ്റ്റ് അളവുള്ള ആൾക്ക് സ്ലീവിന് എത്ര വേണം, വിഡ്ത്ത് ഞാൻ വീതി എത്ര വേണം, 34 ഡിവൈഡഡ് ബൈ 4, അപ്പം 8.5 വരും. 4 32 അര, അപ്പം 34. അപ്പം 8.5 ഉണ്ടെങ്കിൽ നമുക്ക് 34 ചെസ്റ്റ് അളവുള്ള ഒരാൾക്ക് സ്ലീവാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. എൻ്റെ പേപ്പർ ഇത്രയും ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇത് വെച്ച് നിങ്ങൾ പല അളവ് നമുക്ക് കണ്ടെത്തണം. അപ്പം നമുക്ക് ആദ്യം ഇത് സ്ലീവിൻ്റെ ലെങ്തായിട്ട് പരിഗണിക്കുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ ഏറ്റവും അടിയിൽ മാർജിൻ അല്ലേ നമ്മൾ ലെവലാക്കാൻ വേണ്ടി കൊടുക്കും. അവിടെ നിന്ന് 1 ഇഞ്ച് അല്ലെ 1.5 ഇഞ്ച് മടക്കി അടിക്കാനായിട്ട് നമ്മൾ കൊടുക്കും. ഇത്രയും വരെ നിങ്ങൾക്കറിയാമല്ലോ. ഇനിയും നമ്മൾ ഇതിനെടുത്തിരിക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് ബാക്കി എത്ര ഉണ്ടോ അത് മൊത്തം ഞാൻ എടുക്കുക. അപ്പം 11 മൊത്തം വരുന്ന 11.25 11.5 വരും. അപ്പം നമുക്കൊരു 11 എന്നുള്ള ക്രമത്തിൽ ഇവിടെ വരെയാണ് എനിക്ക് ലെങ്ത് വേണ്ടത്. അപ്പം ഞാനിവിടെ ഇത് അടയാളപ്പെടുത്തുക. അപ്പോൾ എനിക്ക് എത്ര വേണ്ടത്, 11 എന്ന ക്രമത്തിൽ അല്ലേ, 11 ഇവിടെ എടുത്തേക്കുന്നത് എത്ര, ഇവിടെ നിന്നാണ് 10 എടുത്തേക്കുന്നത്. ഈ ലൈനിൽ നിന്ന് ഞാൻ കറക്റ്റ് 10 എടുക്കുക. അപ്പം നമുക്ക് ഒരുപോലെ വരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിവിടെ ഒരു മാർജിൻ വരയ്ക്കാം. ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ യഥാർത്ഥത്തിലുള്ള അളവെന്ന് പറയുന്നത്. ഇതാണ്. ഇത്രയും വരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് സ്ലീവിൻ്റെ മടക്കി അടിക്കുന്ന പടിയെ, ഇത് മുകൾ ഭാഗത്ത് മാർജിൻ ഇട്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ നോക്കുക, ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 8.5, കറക്റ്റ് 8.5 ഇതിൻ്റെ വിഡ്ത്ത്. ഇതിൻ്റെ ഇറക്കം 10 ഇഞ്ച് കണ്ടല്ലോ. ഇത് മടക്കി അടിക്കാനുള്ള പടിയാണ്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഒരു 34 ഇഞ്ചുള്ള ആളുടെ ഈ 10 ഇഞ്ച് ഇറക്കം എന്ന് പറയുമ്പോൾ ഒരു 4.5 വരാൻ സാധ്യതയുള്ളൂ. 4.5 അല്ലെങ്കിൽ അങ്ങേയറ്റം പോയാൽ ഒരു 4.25 വരത്തുള്ളൂ. ഞാനിപ്പോൾ അതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഞാനിപ്പോൾ വെറുതെ അത് ഒരു 4.5 എന്ന് എടുക്കുന്നു. ഇവിടുന്ന് നമുക്ക് ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്ത് അതും കൂടെ നമ്മൾ അടയാളപ്പെടുത്തും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, തുടക്കക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്, നമ്മളിങ്ങനെ നേരെ ഇങ്ങനെ വരയ്ക്കുകയല്ലേ ചെയ്യുന്നത്, ഇങ്ങനെ നേരെ വരച്ചല്ലേ വിടുന്നത്. അങ്ങനെ നേരെ വരയ്ക്കരുത്. ഒരു ഇത്രയും ഒന്ന് ചെരിച്ച് വേണം നമ്മൾ ഈ പോയിൻ്റ് ചെയ്യാൻ. അതെന്താണെന്ന് നിങ്ങൾക്ക് തന്നെ തയ്ക്കുമ്പം കണ്ടാൽ അറിയാം. നമ്മളിത് മടക്കി അടിക്കുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ അളവ് കൂടിയല്ലേ വരുന്നത്. അപ്പം നേരെ വരച്ചാൽ ഈ മടക്കി അടിക്കുമ്പോൾ ഇങ്ങോട്ട് തികയാതെ വരും. അതിനെ നമ്മളിങ്ങനെ ഒരു ചെരിച്ച് കുറച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ലതുപോലെ ശ്രദ്ധയോടെ ഇരിക്കണം. നമ്മൾ സ്ലീവിൻ്റെ ഡൗൺ എത്ര വേണമെന്നാണ് നമ്മൾ നോക്കുന്നത്. സ്ലീവിൻ്റെ ഈ ഷേപ്പ് അല്ലെങ്കിൽ ഡൗൺ എന്ന് പറയുന്നത്, ആം ഹോൾ ഡൗൺ എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ് എടുക്കാൻ പോകുന്നത്. 34 ഉള്ള ആൾക്ക് എത്ര എടുക്കുന്നത്, 3.5. അത് 3.5യേക്കാൾ 1 പോയിൻറ്റ് കുറച്ചോ അല്ലെങ്കിൽ കൂടിപ്പോയ 2 പോയിൻറ്റ് കുറച്ച് അങ്ങേയറ്റം പോയാൽ 3.5 കൂടുതൽ വേണ്ട. അപ്പം നമ്മൾ എത്ര എടുത്തു, 3.5. ഇവിടെ നിന്ന് 3.5 എന്ന അളവ് എടുത്തു. അത് ഇവിടെ നിന്നും ഞാൻ 3.5 എടുക്കുക. ഈ 3.5കളെ തമ്മിൽ നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. കണ്ടല്ലോ, ഇപ്പോൾ എനിക്കൊരു പുതിയ ലൈൻ കിട്ടി. ഇനിയും നമ്മൾ നോക്കുന്നത് ഈ ആളുടെ ഓൾറെഡി നമ്മൾ ബ്ലൗസ് അല്ലെങ്കിൽ ചുരിദാറൊക്കെ വെട്ടി വെച്ചിരിക്കുക. ഇത് സാരി ബ്ലൗസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം സാരി ബ്ലൗസിൻ്റെ ബാക്ക് വെട്ടി വെച്ചിരിക്കുക. അപ്പോൾ അതിലൊരു ആം ഹോൾ കേർവ് ഉണ്ട് ഇല്ലേ, ആം ഹോൾ കേർവ്. ആ ആം ഹോൾ കേർവ് നമ്മൾ അളന്നെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതൊരു 16 ആണെന്ന് വിചാരിക്കുക. 16 ആം ഹോൾ കേർവിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് മൊത്തം 16 അല്ലെങ്കിൽ പകുതി 8 ആണെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ഇവിടെ എത്ര കിട്ടണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ 8 വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് 8 എന്നുള്ളത് കണ്ടോ, ഈ പോയിൻ്റ്, അതായത് ഈ കറക്റ്റ് ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഒരു 8.5 എടുക്കുന്നില്ല, 8 വെച്ച് ഇവിടെ പോയിന്റ് കണ്ടെത്തുക. കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ എനിക്ക് ഏത് കിട്ടി,
ഇവിടെ കിട്ടി. ഇനി ബാക്കി എത്ര ഉണ്ട് സീം അലവൻസ്? 1 ഇഞ്ചേ ഉള്ളൂ, മതിയല്ലോ അല്ലേ? പക്ഷേ സാരി ബ്ലൗസിൽ 1.5 ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര കിട്ടണം? 1.5 കിട്ടണം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ചിലർ പറഞ്ഞേക്കാം, ടീച്ചറെ ഞാൻ എപ്പം തയ്ച്ചാലും എനിക്ക് ബ്ലൗസിൻ്റെ സ്ലീവ് ചിലപ്പം ഈ സ്ലീവ് കൂടുതലായിരിക്കും, അല്ലെ ബോഡി കുറവായിരിക്കും, അങ്ങനെ സംഭവിക്കും. അത് കാണുമ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ തെറ്റാണ്. നിങ്ങളുടെ തെറ്റല്ല. ബോഡിയിൽ നമ്മൾ 1.5 സീം എടുത്തെങ്കിൽ ഇതിനകത്ത് നമ്മൾ എത്ര ഇടണം? 1.5 എടുത്തില്ലല്ലോ. ഈ കൈയുടെ തയ്ച്ച് വരുമ്പോൾ ഒരു സ്വല്പം കുറവുണ്ടെന്നല്ല, നമുക്ക് വിഷയമല്ല, നമ്മളിതിലല്ലേ അടിച്ചു പോകുന്നത്, പ്രശ്നമൊന്നുമില്ല. പിന്നെ അങ്ങനെ ചെയ്ത് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം നമുക്ക് ഈ 8 എന്ന് പറയുന്ന ഈ അകലവും നമുക്ക് കിട്ടി. കണ്ടല്ലോ, നിങ്ങൾ കണ്ടു കാണുമല്ലോ, കറക്റ്റ് 8. ഇത്രയും വരെ മനസ്സിലായില്ലേ? ഇനി അതേ സമയം നമ്മൾ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് അളന്ന് നോക്കുമ്പോൾ അത് എത്രയുള്ളെന്ന്, അയ്യോ തെന്നിപ്പോയി, എത്ര ഉണ്ടെന്ന് നോക്കിയേ, 7.5 ഉള്ളൂ. അതായത് ഇവിടെ നിന്ന് നമ്മൾ 8 എടുത്തത്, 8 ഒരു പോയിന്റ്, 8 കറക്റ്റ് 8 എടുത്തത് നേരെ ഇങ്ങോട്ട് നമ്മൾ വരയ്ക്കുമ്പം എത്ര ഉണ്ട്? 7.5 ഉള്ളൂ. അത്രയും വരെ മനസ്സിലായോ? ഈ 7.5യുടെ നേർപകുതി നമ്മൾ കാണുന്നു. 7.5യുടെ നേർപകുതി 3.25 നമുക്ക് ആ 3.25 എന്തെങ്കിലും നമുക്ക് അങ്ങനെ ഈ പല സൈസ് ഇടയ്ക്കുള്ള നമ്പർ വരുമ്പോൾ പകുതി കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇവനെ ഒന്ന് ഇവിടെ ടിക്ക് ചെയ്യുന്നു. കണ്ടല്ലോ നിങ്ങൾ? ആ സെയിം ദൂരം തന്നെ നമ്മൾ ഇവിടെയും ഒന്ന് അടയാളപ്പെടുത്തുന്നു. ഇത്രയും വരെ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഇവിടെ നിന്ന് നമുക്ക് വേണ്ട അകലം നമ്മൾ എടുത്തു. അത് എത്രയാണോ നമ്മുടെ ആം ഹോൾ റൗണ്ടിൻ്റെ അത്രയും തന്നെ എടുക്കണമെന്നില്ല. നമ്മൾ അളന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്നത് 8.5 ഉണ്ടെങ്കിൽ 8 എടുത്താൽ മതി, 8 ഉണ്ടെങ്കിൽ 7.5 എടുത്താൽ മതി. ഞാനിപ്പോൾ നിങ്ങളെ ഒരു നമ്പർ ഒന്ന് ശരിക്കും കാണിക്കാൻ വേണ്ടി 8 എടുത്തതേ ഉള്ളൂ കേട്ടോ. 8 ഉള്ളുവെങ്കിൽ ഇവിടെ നിന്നുള്ള ഈ അകലം എത്ര എടുത്താൽ മതി? 7.5 എടുത്താൽ മതി. ഞാനിപ്പോൾ 8 എടുത്തെന്ന് മാത്രം. ഇപ്പോൾ ഇത്ര നിങ്ങൾ മനസ്സിലായില്ലേ? ഞാനിതൊന്ന് വരച്ചോട്ടെ. ഞാനിത് തമ്മിൽ കൂട്ടി ഞാനൊന്ന് കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ ഈ പോയിൻറ്റും എനിക്ക് എത്ര അകലം ഉണ്ടെന്നാണ് പറഞ്ഞത്? ഇവിടെ നിന്ന് കറക്റ്റ് 1 ഇഞ്ച് അല്ലേ? കറക്റ്റ് 1 ഇഞ്ച്. ആ കറക്റ്റ് 1 ഇഞ്ച് ഇവിടെ നിന്നും കൂടി ഞാൻ അടയാളപ്പെടുത്തുന്നു. അവരെ തമ്മിലും ചേർത്തൊരു ചതുരം വരയ്ക്കുന്നു. ഇത്രയും പിടി കിട്ടിയോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞാൻ എന്നൊക്കെ ചെയ്തെന്ന് നോക്കിയേ. ഇവിടെ നമുക്ക് പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? സ്കെയിൽ ഈ ടേപ്പ് വെച്ച് ഈ ദൂരം നോക്കി, ആ ദൂരത്തിൻ്റെ നേർപകുതി ഇവിടെ അടയാളപ്പെടുത്തി, അതേ ദൂരം ഇവിടെ അടയാളപ്പെടുത്തി, ഇങ്ങനൊരു വര വരച്ചു. ഈ പോയിന്റ് നേരെ ഇവിടെ അടയാളപ്പെടുത്തി, ഇതും ഒരു വരച്ച് അങ്ങനെ എനിക്ക് 3 ചതുരം കിട്ടി. എനിക്കിനി ഒരു ചതുരം കൂടെ വേണം. ആ ചതുരം കണ്ടെത്താനായിട്ട് ഇവിടെ നിന്ന് ഞാൻ കറക്റ്റ് 1.5 ഇഞ്ച് എടുക്കും. 2.5 അല്ല, എത്ര ഇഞ്ച് എടുക്കും? 1.5 ഇഞ്ചിൽ ഞാനൊരു പോയിന്റ് കൊടുക്കും. ഇവിടെ നിന്നും 1.5 ഇഞ്ചിൽ ഞാൻ ആ പോയിന്റ് കൊടുത്തു. ഇനി നമുക്ക് ഈ പോയിന്റുകളെ കൂടെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്. കണ്ടല്ലോ നിങ്ങൾ? അപ്പം ഈ പോയിന്റുകളെയും കൂടെ ഞാൻ കൂട്ടി യോജിപ്പിക്കും. ഇപ്പം എനിക്ക് എത്ര കോളം കിട്ടി? 3 കോളം കിട്ടി. ഇനി ഒരു പണിയിലുണ്ട്. ഈ കോളങ്ങളെ തമ്മിൽ ഡയഗണലായിട്ട് നമ്മൾ ഇങ്ങനെ പണ്ട് പഠിച്ച ഡയഗണലൊക്കെ ഓർക്കുന്നില്ലേ? ഇങ്ങനെ നമുക്കൊരു വര വരയ്ക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇത്രയും പണി നമ്മൾ ചെയ്തില്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സൂക്ഷിച്ച് നോക്കണേ. ഇവിടെ ഞാൻ വേറൊരു കാര്യം മറന്നുപോയി പറയാം. ഈ രണ്ടിൻ്റെയും മിഡ് പോയിന്റ് കണ്ടില്ല നമ്മൾ. അതായത് ഇവ തമ്മിലുള്ള അകലം എത്ര ഉണ്ട്? 3.5 ഞാൻ പറഞ്ഞേക്കുന്നേ അല്ലേ? ഇതിൻ്റെ അകലം എത്ര? കറക്റ്റ് 3.5. ഈ 3.5യുടെ നേർപകുതി എത്ര? 3.5യുടെ അതും കൂടെ നമുക്കൊന്ന് അടയാളപ്പെടുത്താം. അതേ ദൂരം ഇവിടെയും നമ്മളൊന്ന് അടയാളപ്പെടുത്തുന്നു. കണ്ടല്ലോ? നമുക്ക് ഇതും കൂടെ ചേർത്ത് ഒരു ലൈൻ വരയ്ക്കാം. ഈ ഒരു ബ്ലൗസ് തയ്ക്കാനുള്ള പണി അല്ലേ? സ്ലീവ് തയ്ക്കാനുള്ള കഷ്ടപ്പാട്, ഇതിനെ ചേർത്ത് ഞാനൊരു വര വരച്ചു. ഇപ്പം നമുക്ക് ഇത്രയും കോളങ്ങൾ കിട്ടി. ഇനി ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണേ. നമ്മളുടെ ഏതെടുത്തു? ആം ഹോൾ കർവ് എടുത്തിട്ട് ഈ പോയിന്റിൽ നമ്മുടെ തുടക്കവും ഇതും 1ഉം 3ഉം പോയിന്റുകൾ തമ്മിൽ ഞാൻ ബന്ധിപ്പിച്ച് വരയ്ക്കാൻ പോവാം. അപ്പം നിങ്ങൾ ഇങ്ങനെ വേണം നമുക്ക് വരയ്ക്കാം. അങ്ങനെയൊന്നുമല്ല വരയ്ക്കാം, നമ്മളിത് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അത് ശ്രദ്ധിച്ചോണം, നമ്മൾ ഇവിടെ വെക്കുന്നെന്നുള്ളതൊക്കെ നമ്മൾ നോക്കണേ. നോക്കി ഇല്ലേ? കണ്ടോ? ഇങ്ങോട്ട് നോക്കിയേ, കണ്ടോ? ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ ഇത്രയും ഇങ്ങനെ ചേർക്കരുത്. ഒരു സ്വല്പം കൂടെ ഇത് ഇവിടെ ഇങ്ങനെ നീക്കി വെച്ചിട്ട് വേണം വരയ്ക്കാൻ. ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ? ഏതൊക്കെ പോയിൻ്റാണ്? ഇതും തമ്മിലാണ്. ഇതല്ല, ഈ 1ാമത്തെ പോയിൻറ്റും ഈ 3ാമത്തെ പോയിൻറ്റും തമ്മിൽ ചേർത്ത് ഞാൻ ഒരു കർവ് ഷേപ്പ് വരച്ചു. കണ്ടല്ലോ? ഇത്രയും വരെ മനസ്സിലായില്ലേ?
സംശയമില്ലല്ലോ. ഒരു മെഷർമെൻറ്റോടെ പറയാൻ വിട്ടുപോയായിരുന്നു. നമ്മൾ കണ്ടെത്തിയ നമ്മുടെ കറക്റ്റ് സ്ലീവിൻ്റെ വിഡ്ത്തില്ലേ, ഇവിടെ നിന്ന് കറക്റ്റ് 1 ഇഞ്ച് മാറ്റി നമ്മൾ ഒരു പോയിൻ്റ് കണ്ടെത്തണം. 1 ഇഞ്ച് മാറ്റി ഒരു പോയിൻ്റ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്, അത് മറക്കല്ലേ. ഇനി നമ്മൾ ഈ പോയിൻറ്റും കൂടെ അതേപോലെ നമ്മൾ എങ്ങനെയാണോ ഇത് വെച്ച് വരച്ചത് അതേപോലെ ഇത് നേരെ തിരിച്ചു പിടിച്ചിട്ട് ഈ പോയിൻറ്റും കൂടെ ചേർത്ത് വരയ്ക്കുന്നത് കറക്റ്റായിട്ട് വെച്ച് വേണം വരയ്ക്കാൻ. കാരണം ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്ന പോലെ തന്നെ വേണം നമുക്ക് വരയ്ക്കാൻ. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇതും വരച്ചില്ലേ, ഇതിങ്ങനെ ഇതിനോട് ചേർന്ന് പോവുക. നമ്മുടെ സ്ലീവ് റെഡിയായി. ഇനി നമുക്ക് എന്നാ അറിയണ്ടേ? പക്ഷേ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇത്രയും താത്താണ് വരയ്ക്കുന്നത്, അല്ലല്ലോ. ഇത് ഫ്രണ്ട് ആം ഹോളാണ്, മറക്കല്ലേ. ഇത് ഫ്രണ്ട് ആം ഹോൾ. ഇനി വരയ്ക്കാൻ പോകുന്നത് ബാക്കിൻ്റെ ആം ഹോളാണ്. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഈ ഡയഗണൽ പോലെ വരച്ചിരിക്കുന്ന ഈ സൂത്രത്തിൽ കറക്റ്റ് 2 ഇഞ്ച് എവിടെയാണ് വരുന്നത് നോക്കണം. കറക്റ്റ് 2 ഇഞ്ച്, ആ 2 ഇഞ്ച് ഇവിടെയാണ്. ഇനി നമ്മൾ ചെയ്യുന്ന വീണ്ടും നമ്മളുടെ ഈ ആം ഹോൾ കർവ് എടുത്തിട്ട് ഈ പോയിന്റില്ലേ, ഇതല്ല, ഈ രണ്ടാമത്തെ പോയിന്റും ഈ പോയിന്റും തമ്മിൽ ആദ്യം ഇവിടവും ചേർത്ത് വരച്ചു. ഇനി ഇവിടവും ചേർത്ത് ഞാനൊരു ലൈൻ, ഇതുപോലെ ലൈനല്ല, ഒരു കർവ് വരയ്ക്കുക. ശ്രദ്ധിച്ചേ, കണ്ടോ? ഇവിടവും ചേർത്തൊരു കർവ് വരയ്ക്കും. കണ്ടല്ലോ, ഇവിടെ വരെ വന്നില്ലേ? ഇനി നേരെ തിരിച്ച് ഇവിടവും തമ്മില്ല, ഇതേലോട്ടാണ് മുട്ടിക്കാൻ പോകുന്നത്. നേരെ തിരിച്ച് നമുക്ക് ഇത് കണ്ടോ, അതിൻ്റെ ബാക്കിയായിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ തന്നെ നമുക്ക് ഈ 2 പോയിൻറ്റും ഏതൊക്കെ ഇതും തമ്മിൽ ചേർത്തക്ക രീതിയിൽ നമുക്ക് വരയ്ക്കാം. കണ്ടോ, തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു പണിയുണ്ട് അല്ലേ. നമുക്ക് ഇത് ഷേപ്പ് സ്കെയിൽ വെച്ച് നമുക്ക് വരയ്ക്കാം. ഷേപ്പ് സ്കെയിൽ വെച്ച് നിങ്ങൾ നോക്കിയേ, ഇതല്ലേ നമ്മുടെ ഷേപ്പ് സ്കെയിൽ വെച്ച് എന്തിനാണ് വരയ്ക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. കക്ഷത്തിൻ്റെ ഇവിടെ നമ്മൾ കൈയുടെ വണ്ണം കുറഞ്ഞല്ലേ വരുന്നത്. നമ്മളിത് നേരെ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ടോണേ, ഇവിടെ ഈ പോയിന്റ് തമ്മിൽ ഇങ്ങനെ നേരെ, ഇങ്ങനെയല്ല നമ്മുടെ കൈയുടെ ഷേപ്പ്, ഇങ്ങനെ അകത്തുനിന്നാണ് വിടുന്നത്, ഹിപ്പിൻ്റെയൊക്കെ പോലെ. അപ്പോൾ അതുപോലെ നമുക്കത് ഇതല്ലേ നമ്മുടെ പോയിന്റ്, ഈ പോയിന്റും കൂടെ നമുക്ക് ഷേപ്പിൽ വരച്ചെടുക്കാം. അപ്പം അല്ലാതെ വരച്ചുകൊണ്ട് തെറ്റൊന്നുമല്ല കേട്ടോ, തെറ്റാന്നൊന്നും ഞാൻ പറയത്തില്ല. ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ എൻഡ് പോയിൻറ്റും ഇവിടെ തമ്മിലും ചേർത്ത് വരയ്ക്കാം. നമ്മുടെ സ്ലീവ് റെഡി. അപ്പോൾ ഇതാണ് അകത്തേത്, ഇത് പുറത്തേത്. നമുക്കിങ്ങനെ ഇത് വെട്ടിയെടുക്കാം. ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാവേ. ഇങ്ങനെ തന്നെ ചെരിച്ച് വെട്ടണേ. എന്നിട്ട് നമ്മൾ വെട്ടി ഇവിടെ നോക്കിക്കണേ. ഇതാണോ ആദ്യം വെട്ടുന്നത്, ഇതാണോ വെട്ടുന്നത്? ഇതാ വെട്ടണ്ടേ. ഇതാ നമ്മുടെ ബാക്ക് ഭാഗം കേട്ടോ. ഇത് ഫ്രണ്ട് ആം ഹോളാണ് നമ്മൾ കുഴിച്ച് വെട്ടിയിരുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ്. കണ്ടോ, നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിങ്ങനെ താത്ത് വെട്ടിയാൽ നമുക്ക് ഏത് കിട്ടും? ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടുന്നതായിട്ട് കിട്ടും. അപ്പോൾ ഇത് വെട്ടി ഞാനിപ്പം കാണിക്കണ്ടല്ലോ, ഇപ്പം നിങ്ങൾക്ക് വരച്ചാൽ പോരെ. ഇനി ഞാൻ വേറൊരു സൂത്രം നിങ്ങളെ ഇത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ കാണിക്കാം. ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന തുണിയാണ് നിങ്ങൾ സങ്കല്പിക്കുക. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു തുണിയാണ് സങ്കല്പിക്കുക. ഞാൻ അളവുകളെല്ലാം എടുക്കുക. നിങ്ങൾ നോക്കിക്കണേ. മുമ്പത്തെ പോലെ തന്നെ നമുക്ക് എത്ര? 7.5 അല്ലേ? അതായത് ഇവിടുന്ന് ഇറക്കം വേണ്ടത് എത്ര? 3.5 ഇഞ്ചിൽ ഇറക്കമെടുത്തു. 3 ഇഞ്ചിൽ ഇറക്കമെടുത്ത് നമ്മളിവിടെ ചെറിയൊരു ലൈൻ ഷേപ്പ് നമ്മൾ വരച്ചു. ഇങ്ങനെ നമ്മൾ സാധാരണ ഞാൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഒരു ഷേപ്പ് വരച്ചു. 5.5 ഏതാണ്ടാണ്. നമ്മൾ ഇവിടുന്ന് എത്ര എടുക്കുന്ന അകലം നോക്കിയാൽ നമുക്കറിയാം. നമ്മൾ 1 ഇഞ്ച് കറക്റ്റ്, ഇവിടുന്ന് കറക്റ്റ് 1 ഇഞ്ചിൽ നമ്മൾ അളവും കൊടുത്തു. കണ്ടല്ലോ. അപ്പം ഞാൻ സാധാരണ നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങളൊരു ഷേപ്പിൽ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാറുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഒരു 1.5 ഇഞ്ചോളം നമ്മൾ തൊടാതെ അനക്കാതെ വെക്കും. ഇവിടെ നിന്ന് കറക്റ്റ് 1.5 ഇഞ്ച് ഇവിടം വരെ നമ്മൾ അനക്കാതെ വെച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്, ഇവിടുന്ന് നമ്മൾ പതുക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇതിലോട്ട് കൊണ്ടുവന്ന് മുട്ടിക്കും. നമ്മളിങ്ങനെയല്ലേ സാധാരണ തയ്ക്കുന്നത് അല്ലേ? ഞാൻ സാധാരണ നിങ്ങളെ കാണിച്ചു തരുന്ന ഷേപ്പാണ് ഇത്. ഞാൻ അളവൊന്നും എടുക്കാതെ തന്നെ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഞാൻ നിങ്ങളെ ഒന്ന് വെട്ടിയിട്ട് കാണിക്കാം. ഇപ്പോൾ തന്നെ കാണിക്കാം. ഇത് വെച്ച്
ലൈവായിട്ട് തന്നെ കാണിക്കാം, നമുക്ക് നോക്കാം. അത്രയും അളന്ന് എടുക്കുന്നതും നമ്മൾ ചുമ്മാ ചെയ്യുന്നതും തമ്മിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാൻ പോകണേ. നമുക്ക് നോക്കാം ഇത് ശരിയാണോ എന്ന്. ഇത് ഞാൻ ഒത്തിരി കാൽക്കുലേഷൻ വെച്ച് വരച്ചത്, ഇത് ഒരു കാൽക്കുലേഷനും ഇല്ലാതെ വെട്ടിയത്. നോക്കിക്കേ, നോക്കിയേ, ഇത് കണ്ടോ, ചെറിയ വ്യത്യാസമേ വന്നിട്ടുള്ളൂ. ഒരു ചെറുതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, വെറും ഒരു മില്ലിമീറ്ററിൻ്റെ ചെറിയ ഇല്ല, ഇത് അതും ഇല്ല. അതെ, ഇത് കറക്റ്റ് ഇത് വെക്കണം. ഇത് കണ്ടോ, ഇവിടെ രണ്ടും കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് എന്തെങ്കിലും കണ്ടെന്ന് നോക്കിക്കേ, ഇത് കണ്ടോ, ഷാർപ്പല്ലേ. അപ്പോൾ സത്യത്തിൽ മറ്റേ പോലെ വെട്ടണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിർബന്ധമില്ലെന്ന് ഞാൻ പറയത്തില്ല. ഇത് കുറേ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് വരും. ഈസി ആയിട്ട് വന്നിട്ട് നമുക്കിത് വെട്ടാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് എടുത്ത് കളയുന്ന നമുക്ക് എങ്ങനെ നോക്കിക്കുക നിങ്ങൾ. ഇതിൻ്റെ അകത്തുനിന്ന് എടുത്ത് കളയാനായിട്ട് നമുക്ക് ഇത് ഇവിടുന്ന് ഒരു സ്വല്പം ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വന്ന് നമുക്ക് ഇങ്ങോട്ടാണ് കൂടി ചേർക്കണം അല്ലേ. അതുകൊണ്ട് ഞാൻ എടുത്ത് കളയാം. നോക്കിയേ, ഇത് ഞാൻ വെച്ച് കാണിക്കാം. ഇത് കണ്ടോ വ്യത്യാസം നോക്കിയേ. ഇത് കണ്ടോ ഞാൻ എടുത്ത് കളഞ്ഞത്. മറ്റേത് വരുമ്പോൾ ഒരു സ്വല്പം കൂടി ഇങ്ങോട്ട് ഒരു തുള്ളിക്ക് കയറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വെട്ടണം നിർബന്ധമൊന്നുമില്ല. തുടക്കക്കാർ പക്ഷേ ഇങ്ങനെ തന്നെ വെട്ടി ശീലിച്ചു, കുഴപ്പമില്ല. വളരെ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഒന്നുകൂടെ പറഞ്ഞു തരണോ? ഒന്നുകൂടെ പറഞ്ഞു തരണേ. വേറൊരു അളവെടുത്ത് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ 34ൻ്റെ ഒരു സാമ്പിള് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് പിടി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എളുപ്പമല്ലേ? അപ്പം നിങ്ങൾക്ക് ഉപകാരമായാൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരിക, ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, താങ്ക് യു.